റിയ എന്ന ബ്രാൻഡിൻ്റെ ഒരു ഇൻസ്റ്റൻറ്റ് റെക്കോർഡ് മൈക്കാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഈ ബോക്സ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം ഒരു 2700 to 3000 ഉള്ളിലാണ്. ഞാനത് വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ഈ ബോക്സ് നോക്കുന്നതിൽ ലൗഡ് ആൻഡ് ക്ലിയർ ഇൻസ്റ്റൻറ്റ് റെക്കോർഡിങ് കൊടുത്തിട്ടുണ്ട്, ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ കൊടുത്തിട്ടുണ്ട്, പിന്നെ ടൈപ്പ് സി USB കോൺഫിഗറേറ്റർ ആയിട്ട് സപ്പോർട്ടുണ്ട്, വൺ ടച്ച് മ്യൂട്ട് ഉണ്ട്. പിന്നെ പ്രൊഡക്റ്റിന് കൊടുക്കുന്നത് 400 ഡേ വാറൻറ്റിയാണ് കൊടുക്കുന്നത്. ഇതാണ് പ്രൊഡക്റ്റിൻ്റെ ഇമേജ് വരുന്നത്. വാറൻറ്റി ആക്കിയിട്ടാണ് ഒരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. പ്രൊഡക്റ്റ് നെയിം വേണ്ടി ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ബാക്കിലായിട്ട്. ഇതിൻ്റെ MRP കാണിക്കുന്നത് 4099 ആണ്. പാക്കേജ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഒരു മൈക്രോഫോണ്, പിന്നെ ഒരു ഡെസ്ക്ടോപ്പ് സ്റ്റാൻഡ് വരുന്നുണ്ട്, ടൈപ്പ് സി USB കേബിളുണ്ട്, USB ടു ടൈപ്പ് സി കൺവേർട്ടറും വരുന്നുണ്ട്. നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. തുറക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് കാണുന്നത് ഇതിൻ്റെ ഒരു യൂസർ മാനുവൽ പോലെ യൂസർ മാനുവലാണ്. പിന്നെ മോഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 3 മോഡ്സ് റെക്കോർഡിങ് കൊടുത്തിട്ടുണ്ട്. ഡിഫോൾട്ട് റെക്കോർഡിങ്, വൺ ടച്ച് മ്യൂട്ട്, ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ, ഇതിൻ്റെ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന ഇതൊന്ന് വായിച്ച് നോക്കുക. ഓക്കെ, ഇതാണ് നമ്മളെ മൈക്ക് വരുന്നത്. നല്ല മെറ്റൽ ഫിനിഷാണ് മുകളിലൊക്കെ, താഴെ മെറ്റൽ ഫിനിഷ് തന്നെയാണ്. ഇത് ലോഗോ കൊടുത്തിട്ടുണ്ട്. സ്റ്റാൻഡ് പറ്റിയുള്ള പ്രൈസാണ്. അതുപോലെ USB ഒരു ഓക്സ് കേബിളിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, USB കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, C ടൈപ്പിൻ്റെ. പിന്നെ റിയോൻ്റെ ഒരു ബ്രാൻഡിൻ്റെയുള്ളൊരു ചെറിയ പൗച്ചാണ്. അതിൻ്റെ ഉള്ളിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് USB C ടൈപ്പ് കേബിളാണ്. അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള കേബിളാണിത്. എനിക്ക് ഏകദേശം 2 മീറ്ററിൻ്റെ അടുത്ത് ലെങ്ത് ഉണ്ട് ഈ കേബിൾ. പിന്നെ ഒരു ടൈപ്പ് സി ടു USB കൺവേർട്ടർ ഉണ്ട്. പിന്നെ സ്റ്റാൻഡിൻ്റെ ഒരു കേസ് ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്റ്റിക്കറാണിത്. ഇതാണ് സ്റ്റാൻഡ് വരുന്നത്. ഇതിന് സ്റ്റാൻഡിൽ കണക്ട് ചെയ്യുന്ന സാധനമാണിത്. ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഡയറക്ഷന്. ടൈറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് അവിടെ ഇങ്ങനെ കണക്ട് ചെയ്ത് നോക്കാം. നല്ല ക്വാളിറ്റി ഉണ്ട് പ്രൊഡക്റ്റ്, നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. ഇവിടെയാണ് ANC മറ്റേ വൺ ടച്ച് മ്യൂട്ടൊക്കെ വരുന്നത്. ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇത് ചാർജറിലേക്ക് കണക്ട് ചെയ്യണം, മൊബൈൽ ചാർജറിലേക്ക് കണക്ട് ചെയ്യണം. കണക്റ്റായപ്പോൾ ഇവിടെ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ട്. ഇവിടെ ടച്ച് ചെയ്ത് നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആയിട്ടുണ്ട്, മ്യൂട്ട് ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആയിട്ടില്ലെങ്കിൽ തോന്നുന്നത്. ഇവിടെ ടച്ച് ചെയ്യുക. ഓക്കെ, നമുക്ക് വേണ്ടി മാനുവലിൽ നിന്ന് വായിച്ച് നോക്കിയിട്ട് ഞാൻ നോക്കാം. അപ്പോൾ നമ്മൾ മൈക്ക് അതിൽ കണക്ട് ചെയ്യാൻ പോവാണ്. ലാപ്ടോപ്പിന് USB പോർട്ടിൽ നമുക്ക് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സൈഡിലായിട്ട് ലൈറ്റ് കത്തുന്നുണ്ട്.
ഈ മോഡലാണ് ഇതിൻ്റെ മ്യൂട്ട് വരുന്നത്. നമ്മൾ ഒരു വട്ടം പ്രസ് ചെയ്യുമ്പോൾ മ്യൂട്ടാവും, ഇതിൻ്റെ റെക്കോർഡാവില്ല. ഓക്കെ, ഒരു വട്ടം പ്രസ് ചെയ്യുമ്പോൾ അൺമ്യൂട്ടായി. നമുക്ക് റെക്കോർഡാവേണ്ടത് നോക്കാം. കണ്ടോട്ട് വേരിയേഷൻസ് കാണിക്കുന്നുണ്ട്, നല്ല അതിൽ റെക്കോർഡാവുന്നുണ്ട്. ഇവിടെ കൈ വിട്ടാണ് ഇവിടെ ചെയ്തിട്ട് നമ്മൾ കറക്റ്റായിട്ട് എടുക്കുന്നില്ല. നോയ്സ് ക്യാൻസലേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ കറക്റ്റ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് റെക്കോർഡാകും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഈ ഗ്രാഫ് ഹൈ കാണിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് റെക്കോർഡാവുന്നതാണ്, നല്ല രീതിയിൽ സൗണ്ട് റെക്കോർഡാവുന്നുണ്ട്. ദൂരത്ത് വരുമ്പോൾ തീരെ റെക്കോർഡാവുന്നില്ല. ഇപ്പം മ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ഇതൊന്നും റെക്കോർഡാവില്ല. ഇതാണ് ബേസിക് ഫംഗ്ഷൻ. നമ്മളിത് റെക്കോർഡ് ആപ്പിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ നമുക്കിതുപോലെ നമുക്ക് ഡയറക്റ്റ് പ്രീമിയറിൽ അതുപോലെ ഡയറക്റ്റ് ഫോണിൽ വെച്ച് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്കുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ക്ലാരിറ്റിയിൽ കിട്ടുന്നുണ്ട്. ഞാൻ സൗണ്ട് ക്ലാരിറ്റി കാണിച്ചു തരാം. ഇത് വൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മ്യൂട്ടാവുന്നുണ്ട്. അതുപോലെ നമ്മൾ പ്രസ് ചെയ്യാൻ ഇത് നോയ്സ് ക്യാൻസലേഷൻ മോഡിലേക്ക് മാറുന്നുണ്ടെങ്കിൽ ഇത് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. ഇപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ഓഫാണ്. നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ ബ്ലൂ കളറിൽ വരും. അപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും നേരം നിങ്ങൾ കേട്ടത് ക്യാമറത്തെ വോയിസാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറേ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കേൾക്കാം, അതായത് കാക്ക കരയുന്നത്, അങ്ങനെ കുറേ വോയിസ് കേൾക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്, ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നതും ഈ ക്രിയോ മൈക്കിലൂടെ റെക്കോർഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ഓഫാണ്. ഇപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കിയിട്ടുണ്ട്. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കേൾക്കുമെന്ന് വിചാരിക്കുന്നു. ഈ മൈക്കിൻ്റെ ഒരു കുറവെന്താ വെച്ചാൽ ഇതിൽ ഇൻബിൽറ്റ് സ്റ്റോറേജ് ഒന്നുമില്ല. നമ്മൾ ഈ മൈക്ക് എപ്പോഴും കൊണ്ടു നടക്കണം, മീൻസ് എപ്പോഴും ഒരു ഡിവൈസിൽ കണക്ട് ചെയ്തിട്ടാണ് റെക്കോർഡ് ചെയ്യാൻ. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ റെക്കോർഡ് ആവുന്നുണ്ട്. പിന്നെ നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് നോയ്സ് ക്യാൻസലേഷൻ മ്യൂട്ടും ബട്ടണൊക്കെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അത് ഈസിയാണ് നമുക്ക് റെക്കോർഡ് ചെയ്യുമ്പോൾ. ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു വർത്ത് പ്രൊഡക്റ്റാണിത്. അത്യാവശ്യം നല്ല രീതിയിൽ ക്വാളിറ്റിയിൽ റെക്കോർഡ് ആവുന്നുണ്ട്. നിങ്ങൾ ഒരു റൂമിൻ്റെ ഉള്ളിൽ വെച്ച് റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ്. ടേബിളിന് മുകളിൽ വെച്ച് നിങ്ങൾക്ക് സുഖമായിട്ട് റെക്കോർഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന ഫുള്ള് ഇതിലാണ്. ഇപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയും ഔട്ട്പുട്ടും കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഡിവൈസിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ടൊരു സൗണ്ട് ബാറിലേക്കോ ഒരു സൗണ്ട് സിസ്റ്റത്തിലേക്കോ കണക്ട് ചെയ്തിട്ട് പാട്ട് പാടാൻ പറ്റും. അപ്പോൾ ആ നോയ്സ് ക്യാൻസലേഷൻ ഒഴിവാക്കിയിട്ടുള്ള ക്ലിയർ വോയിസ് നിങ്ങൾക്ക് ആ മ്യൂസിക് സിസ്റ്റത്തിൽ കിട്ടുന്നതാണ്. മീൻസ് ഒരു മൈക്കായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ലൈവായിട്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ ഡിവൈസിനെ കുറിച്ച് പറയാനുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ അതിനെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൻ്റെ പർച്ചേസ് ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ടാവും. ആമസോണിൽ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.